നൊമ്പരങ്ങൾ സഹിക്കുവാൻ എനിക്ക് കരുത്തില്ല എന്ന് ഹൃദയം അലമുറയിട്ട് കഴിയുമ്പോൾ സമാധാനം നൽകുന്ന ബന്ധങ്ങളെ തേടാതിരിക്കുക. ഒരുപാട് സങ്കടം ഉള്ളിലുണ്ടെങ്കിലും ചിലർ കരയാറില്ല, ചിരിച്ചുകൊണ്ടിരിക്കും. ചിരിയുടെ മറവിൽ കണ്ണീരൊളിപ്പിച്ചു വെച്ചവരാണവർ. ചിലപ്പോഴൊക്കെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഇതും കടന്നു പോകും എന്നല്ല, ഇതും ശീലമായി പോകും എന്നാണ്. ഉയർത്തുവാനും താഴ്ത്തുവാനും ശക്തിയുള്ള സ്വന്തം മനസ്സ് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവും മിത്രവും. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ പക്ഷേ നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവരുമായുള്ള അടുപ്പം ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. ഒരിക്കൽ നിങ്ങളെ ശല്യമെന്ന് കരുതി അകന്നു പോയവർ പിന്നെ ഒരിക്കലും നിങ്ങളുടെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരില്ല. നമ്മൾ ഒരാളെ എത്രമാത്രം വിശ്വസിക്കുന്നുവോ അത്രയും കൂടുതൽ അവർക്ക് നമ്മളെ വിഡ്ഢിയാക്കാനും സാധിക്കും. സ്വയം എരിയുന്നത് കൊണ്ടാണ് സൂര്യൻ തിളങ്ങുന്നത്. നിങ്ങൾക്ക് തിളങ്ങണമെങ്കിൽ നിങ്ങളുടെ മനസ്സിനെയും ചിന്തകളെയും എരിയാൻ അനുവദിക്കുക. മറ്റുള്ളവരുടെ ചിന്തകളിലൂടെ ജീവിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഓരോ ദിവസവും ഓരോ രീതിയിൽ ജീവിക്കേണ്ടതായി വരും. പലരോടും നമ്മൾ കലഹിക്കാറുണ്ടെങ്കിലും അനുസരിക്കാൻ കൂട്ടാക്കാത്ത സ്വന്തം മനസ്സിനോട് കലഹിക്കുന്നിടത്തോളം ക്ലേശം മറ്റൊന്നുമില്ല. നിങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നവർക്കിടയിലേക്ക് കടന്നു ചെല്ലാതിരിക്കുന്നതാണ് നല്ലത്. മോശം സമയങ്ങളിൽ നമ്മെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചവരെ ഒരിക്കലും മറക്കരുത്. ഇതുപോലെയുള്ള സമയങ്ങളിൽ നിങ്ങൾ മൗനമായിരിക്കുക. 1. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് കാണുമ്പോൾ. 2. നിങ്ങളെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നുമ്പോൾ. 3. ചിലർ നമ്മളെ വിട്ട് അകന്നു പോകുമ്പോൾ. 4. ചിലർ നിങ്ങളോട് മിണ്ടാതിരിക്കുമ്പോൾ. 5. മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ. 6. ഒരാൾ നിങ്ങളെ വെറുക്കുന്നതായി തോന്നുമ്പോൾ. ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ മൗനമായിരിക്കുക.